തുടർന്ന് കുവൈത്തിൽ വൈദ്യുതി ഉൽപാദനത്തിനും കടൽ ജല ശുദ്ധീകരണത്തിനുമായി പ്രവർത്തിക്കുന്ന പ്രധാന നിലയങ്ങളിൽ ഒന്നിന് കേടുപാടുകൾ സംഭവിച്ചു. ആക്രമണത്തിന് പിന്നാലെ നിലയത്തിൽ തീപിടുത്തമുണ്ടായതോടെ ചില വൈദ്യുതി ഉൽപാദന യൂണിറ്റുകൾ പ്രവർത്തനരഹിതമായി. എന്നാൽ സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാണെന്നും ജനങ്ങൾക്ക് വൈദ്യുതിയുടെയും കുടിവെള്ളത്തിന്റെയും വിതരണം തടസ്സപ്പെടാതിരിക്കാൻ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും കുവൈറ്റ് സർക്കാർ അറിയിച്ചു. സംഭവത്തിന് പിന്നാലെ രക്ഷാപ്രവർത്തനവും അറ്റകുറ്റപ്പണികളും ഒരേ സമയം പുരോഗമിക്കുകയാണ്. കുവൈത്തിലെ വൈദ്യുതി, ജലം, പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയമാണ് ആക്രമണത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. മന്ത്രാലയത്തിന്റെ അറിയിപ്പ് പ്രകാരം ആക്രമണത്തിൽ വൈദ്യുതി ഉൽപാദനവും കടൽ ജല ശുദ്ധീകരണവും ചില ഭാഗങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ആക്രമണത്തിന് പിന്നാലെ തീപിടുത്തമുണ്ടായതോടെ സ്ഥിതി ഗുരുതരമാകുമെന്ന ആശങ്ക ഉയർന്നെങ്കിലും അഗ്നിശമന സേന വളരെ വേഗത്തിൽ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ജനറൽ ഫയർഫോഴ്സിന്റെ പ്രത്യേക സംഘം മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. ഇതോടെ വലിയ ദുരന്തം ഒഴിവാക്കാനായി. തീപിടുത്തം സമീപ ഭാഗങ്ങളിലേക്ക് പടരാതിരിക്കാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചതായും അധികൃതർ അറിയിച്ചു. തീപിടുത്തം നിയന്ത്രണത്തിലായതിനു പിന്നാലെ മന്ത്രാലയത്തിന്റെ സാങ്കേതിക വിദഗ്ധരും എഞ്ചിനീയർമാരും അടിയന്തര പ്രതികരണ സംഘങ്ങളും സ്ഥലത്തെത്തി. വിവിധ സർക്കാർ വകുപ്പുകളുമായി ചേർന്നാണ് ഇവർ കേടുപാടുകൾ പരിശോധിച്ചത്. ഏതെല്ലാം യൂണിറ്റുകൾക്ക് തകരാർ സംഭവിച്ചുവെന്നും എത്രയും വേഗം അവ വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ എന്തെല്ലാം ചെയ്യണമെന്നുമാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. ആക്രമണത്തിൽ നിരവധി വൈദ്യുതി ഉൽപാദന യൂണിറ്റുകൾ പ്രവർത്തനം നിർത്തേണ്ടി വന്നതായി മന്ത്രാലയം സ്ഥിരീകരിച്ചു. എന്നാൽ രാജ്യത്തിന്റെ മുഴുവൻ വൈദ്യുതി വിതരണവും തകരാറിലാകുന്ന സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. മറ്റു വൈദ്യുതി നിലയങ്ങളുടെയും ദേശീയ ഗ്രിഡിന്റെയും സഹായത്തോടെയാണ് വൈദ്യുതി വിതരണം തുടരുന്നത്. കടൽ ജല ശുദ്ധീകരണ നിലയത്തിനും കേടുപാടുകൾ സംഭവിച്ചതിനാൽ കുടിവെള്ള വിതരണത്തെക്കുറിച്ചും ചില ആശങ്കകൾ ഉയരുന്നുണ്ട്. എന്നാൽ ജനങ്ങൾക്ക് വെള്ളം ലഭിക്കുന്നതിൽ വലിയ തടസ്സമുണ്ടാകാതിരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ സർക്കാർ നടത്തിയിട്ടുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു. കുടിവെള്ള വിതരണ സംവിധാനം സുരക്ഷിതമായി തുടരാൻ പ്രത്യേക നിരീക്ഷണവും തുടരുകയാണ്. രാജ്യത്തെ വൈദ്യുതി ശൃംഖല സ്ഥിരതയോടെ നിലനിർത്തുക എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. അതിനായി എഞ്ചിനീയർമാരും സാങ്കേതിക വിദഗ്ധരും അടിയന്തര സംഘങ്ങളും രാവും പകലും ജോലി ചെയ്യുകയാണ്. കേടുപാടുകൾ പരിഹരിച്ച് പ്രവർത്തനം സാധാരണ നിലയിലാക്കാൻ എല്ലാ ശ്രമങ്ങളും തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു. ഇപ്പോഴുള്ള അസാധാരണ സാഹചര്യം കണക്കിലെടുത്ത് പൊതുജനങ്ങളോടും മന്ത്രാലയം പ്രധാന അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. ആവശ്യമില്ലാതെ വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്നാണ് നിർദ്ദേശം. അനാവശ്യ ലൈറ്റുകളും വൈദ്യുതി ഉപകരണങ്ങളും ഓഫ് ചെയ്യാനും വൈദ്യുതി മിതമായി ഉപയോഗിക്കാനും ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ജനങ്ങൾ സഹകരിച്ചാൽ ദേശീയ വൈദ്യുതി ഗ്രിഡിന് മേലുള്ള സമ്മർദ്ദം കുറയ്ക്കാൻ കഴിയുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. അതിലൂടെ വൈദ്യുതി വിതരണം തടസ്സമില്ലാതെ തുടരാനും അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ പൂർത്തിയാക്കാനും സാധിക്കുമെന്നും അധികൃതർ വിശദീകരിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഓരോരുത്തരുടെയും ചെറിയ സഹകരണത്തിനും വലിയ പ്രാധാന്യമുണ്ടെന്നും അവർ ഓർമ്മിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെ മാത്രമേ വിശ്വസിക്കാവൂ എന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുകയോ സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വിശ്വസിക്കുകയോ ചെയ്യരുതെന്നും ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പുതിയ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് ഔദ്യോഗിക അറിയിപ്പുകൾ തുടർന്നും പുറത്തുവിടുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പ്രദേശത്തെ സുരക്ഷാ സാഹചര്യം ഇപ്പോഴും സംഘർഷഭരിതമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഈ ആക്രമണം നടന്നത്. എന്നിരുന്നാലും സ്ഥിതിഗതികൾ വേഗത്തിൽ നിയന്ത്രണത്തിലാക്കാനും വൈദ്യുതിയുടെയും കുടിവെള്ളത്തിന്റെയും വിതരണം തടസ്സപ്പെടാതിരിക്കാനും കുവൈറ്റ് സർക്കാർ ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. അഗ്നിശമന സേന, എഞ്ചിനീയർമാർ, സാങ്കേതിക വിദഗ്ധർ, മറ്റ് അടിയന്തര സേവന വിഭാഗങ്ങൾ എന്നിവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനാൽ നിലയം എത്രയും വേഗം പൂർണ്ണമായി പ്രവർത്തനക്ഷമമാക്കുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. അതുവരെ വൈദ്യുതി മിതമായി ഉപയോഗിച്ച് സർക്കാരിന്റെ നിർദ്ദേശങ്ങളോട് സഹകരിക്കണമെന്നാണ് പൊതുജനങ്ങളോടുള്ള അഭ്യർത്ഥന. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.